ഡോക്ടർ ഹാരിസിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുമെന്നാണ് കേൾക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനാരോഗ്യം തുറന്നുകാട്ടിയ ഡോക്ടർ ഹാരിസിനെ സർക്കാർ ദ്രോഹിക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതങ്ങനെയാണല്ലോ. പ്രത്യേകിച്ചും ഇടതുപക്ഷം CPM നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഭരിക്കുമ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ, സർക്കാരിൻ്റെ വീഴ്ചകൾ എവിടെയെങ്കിലും തുറന്നു കാണിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ്റെ കാര്യം കട്ടപ്പുകയാണ് എന്നുള്ളത് എത്ര മുൻ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ജേക്കബ് തോമസ് IPS അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാമല്ലോ. ഡോക്ടർ സിസ തോമസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. എന്താ, സർക്കാരിൻ്റെ അനുവാദമില്ലാതെ ഗവർണർ അവരെ നിയമിച്ചു. സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിച്ചില്ല, പകരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉചിതമായ ഒരു തീരുമാനമെടുത്തു. യോഗ്യയായ അർഹതയുള്ള ഒരാളിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചു. ഗവർണറുടെ ഉത്തരവ്, ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഗവർണറുടെ ഉത്തരവ് പാലിക്കാൻ, അനുസരിക്കാൻ അവർ ബാധ്യസ്ഥയാണ്. അവർ ചെയ്ത കുറ്റം അതാണ്. അവസാനം എത്ര കോടതികൾ കയറി ഇറങ്ങി. ഇപ്പോൾ ഹൈക്കോടതി ആണ് അവസാനം ഇടപെട്ടിട്ട് അവരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ ഇടതുപക്ഷത്തിൻ്റെ പക എന്ന് പറയുന്നത് മൂർഖൻ്റെ പക പോലെയാണ്. മൂർഖൻ പാമ്പിൻ്റെ പക കേട്ടിട്ടുണ്ടല്ലോ. അത് ഈ നമ്മളെ പുറകെ വന്ന് ദ്രോഹിക്കുന്ന പോലെയാണ് ആ പക ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നത്. അതായത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ തേനും പാലും ഒഴുകുകയാണ്. ഈ രാജ്യത്ത്, കേരള സംസ്ഥാനത്ത് ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാവരും സസുഖം വാഴുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓണക്കാലത്ത് പാടി രസിക്കാറുണ്ട്. അതുപോലെയാണ് പിണറായി ഭരണകാലത്ത് കേരളം നമ്പർ 1. അതിന് എതിരായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ പിന്നെ ഭൂമിക്ക് മേളിൽ വച്ചേക്കില്ല. ഇതാണ് അത് കാലങ്ങളായിട്ട് LDF സർക്കാർ, പ്രത്യേകിച്ചും CPM നേതൃത്വം നൽകുന്ന സർക്കാർ പിന്തുടർന്നു വരുന്ന ഒരു നയമാണ്. നമുക്കറിയാം, UDF സർക്കാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. അന്ന് ഉദ്യോഗസ്ഥരൊക്കെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന പല സംഭവങ്ങളുമുണ്ട്. അവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഊരി പോവും. പക്ഷേ LDF സർക്കാർ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പിന്തുടർന്ന് ദ്രോഹിക്കും. ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചിട്ടുണ്ട്. അവർ ഈ പരിശോധനയ്ക്കായിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തി. അവിടെ അദ്ദേഹം തെളിവ് സഹിതമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതായത് എത്ര ശസ്ത്രക്രിയകൾ ഇതുവരെ മുടങ്ങിയിട്ടുണ്ട്, ഈ ഉപകരണങ്ങൾ വാങ്ങാൻ എത്ര തവണ സർക്കാരിന് കത്ത് കൊടുത്തു, റിമൈൻഡർ അയച്ചു തുടങ്ങിയ കാര്യങ്ങൾ തെളിവ് സഹിതമാണ് അദ്ദേഹം അവർക്ക് മുന്നിൽ നിരത്തിയത്. ഈ അന്വേഷണ സംഘത്തിന് ഡോക്ടർ ഹാരിസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ഇന്നത്തെ നമ്മുടെ പത്രങ്ങളിലെല്ലാം ഈ വാർത്തയുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഈ ഡോക്ടർ ഹാരിസ് മാത്രമല്ല, മറ്റനേകം ഡോക്ടർമാർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് മനസ്സിലായി ഇത് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം ഇത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര ലക്ഷം രോഗികളാണ് അവിടെ വരുന്നത്, എത്ര പാവപ്പെട്ടവരാണ്. പണമുള്ളവരാരും മെഡിക്കൽ കോളേജിൽ പോവില്ല. അവർ വലിയ വലിയ സ്വകാര്യ ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. കൂണുപോലെ മുളച്ചു പൊന്തിയ ചെറുതും വലുതുമായ ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ട്. അവിടെ പോവും, അവർ ചികിത്സ നേടും, രോഗം മാറും, മടങ്ങും. ഇവിടെ മെഡിക്കൽ കോളേജിൽ പാവങ്ങളിൽ പാവങ്ങൾ, ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് അവിടെ വരുന്നത്. പക്ഷെ നല്ല മികച്ച ചികിത്സ കിട്ടുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. ഒട്ടും മോശമല്ല. സ്വകാര്യ ആശുപത്രികൾ പോലും കൈവിടുന്ന കേസുകൾ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് പോലും പറയാൻ കഴിയും അത്തരം സംഭവങ്ങൾ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മറുപടി പറയാനില്ലായിരുന്നു. ഇപ്പോൾ സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലായോ? ഈ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ, ഹാരിസിനെ പൂട്ടിയില്ലെങ്കിൽ മറ്റു പല ഡോക്ടർമാരും രംഗത്ത് വരും. ഈ മറ്റ് ഡോക്ടർമാർ രംഗത്ത് വരാതിരിക്കാൻ ഹാരിസിന്റെ അടപ്പിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യം. ഹാരിസ് ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പിൻവലിച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളുടെ എന്നിട്ട് പറഞ്ഞിരുന്നു, എൻ്റെ
കൈകാലുകൾ ബന്ധിച്ച രീതിയിലാണ് എനിക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത്. കാരണം ഇത് ഒരു പക്ഷേ സർ പറഞ്ഞതുപോലെ പേടിച്ചിട്ടായിരിക്കും അല്ലേ? ശക്തമായ സമ്മർദ്ദം, എനിക്ക് ഡോക്ടർ ഹാരിസ് ഭയന്ന് പിന്മാറുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സത്യസന്ധനായ, കൈക്കൂലി വാങ്ങാത്ത, ഈ എന്താ പറയണ്ടേ, രോഗികളുടെ അതേ ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ അനുഭാവി കൂടിയാണ് ആയിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പക്ഷേ എനിക്ക് അറിയുന്ന കാര്യം അദ്ദേഹം സത്യസന്ധനായ, കൈക്കൂലി വാങ്ങാത്ത ഒരു ഡോക്ടറാണ്. അങ്ങനത്തെ ഒരുപാട് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലുണ്ട്. നമുക്കറിയാഞ്ഞിട്ടാണ്. ഈ ഡോക്ടർമാർ കൊടുക്കുന്നത് വാങ്ങുന്നവരുണ്ട്. ചിലർ ഉണ്ട് ഈ ഒരു പ്രൊഫഷൻ്റെ എല്ലാ മഹത്വവും ഇല്ലാതാക്കുന്ന വിധത്തിൽ കണക്ക് പറഞ്ഞ് മാംസമറുത്ത് വിറ്റ് കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്ന തരത്തിലുള്ള ഈ അറവുകാരൻ്റെ സ്വഭാവമുള്ള, കശാപ്പുകാരൻ്റെ സ്വഭാവമുള്ള വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരുണ്ടാകാം. പക്ഷേ ഭൂരിഭാഗം ഡോക്ടർമാരും അങ്ങനെയുള്ളവരല്ല. കൊടുത്താൽ പോലും ഡോക്ടർ ഇത് ഇരിക്കട്ടെ, എൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ പോലും ആ പണം വാങ്ങി തിരികെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. അതുപോലെ കൊടുത്താൽ ഡോക്ടർ ഇത് എൻ്റെ ഒരു സന്തോഷത്തിനാണ്, ഇരിക്കട്ടെ. ചിലപ്പോൾ അത് വാങ്ങിച്ചെന്നിരിക്കും ചില ഡോക്ടർമാർ. അവരൊരു കണക്കും പറയാറില്ല ആരോട്. കണക്ക് പറയുന്ന ഏതാനും പേരുണ്ട്, അവരാണ് ഈ പ്രൊഫഷനെ ചീത്തയാക്കുന്നത്. അതെ, ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു കേട്ടു. ഓർത്തോ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ പുറത്തു നിന്ന്, അത് ഡോക്ടർ പറയും ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാൻ, എന്നിട്ട് ആ ഉപകരണങ്ങൾ ഒരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. അത് സർജറിക്ക് 20,000, 15,000 തൊട്ട് 20,000, 30,000 രൂപ വില വരുന്ന ഈ കിറ്റ് സർജറിക്ക് കൊണ്ടുവരുന്നു. അതിൽ 1, 2 നെട്ടോ ബോൾട്ടോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബാക്കി അത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നു, വീണ്ടും ഇത് സർക്കുലേറ്റ് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. സാനിറ്റൈസറിൽ നിന്ന് ഇത് മറ്റേ ബ്ലേഡ് അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടല്ലോ, ഇത് ഈ കിറ്റിലുണ്ട്. ഇത് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. വലിയൊരു മാഫിയ തന്നെയാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെഡിക്കൽ കോളേജിൽ പോയിട്ട് എത്ര ആയിരം രോഗികളാണ്, എത്ര ലക്ഷം രോഗികളാണ് രോഗം മാറി മടങ്ങുന്നത്. അത് ആരുടെ മിടുക്കാണ്? ഈ ഡോക്ടർമാരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും മിടുക്കല്ലേ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ മിടുക്കല്ലേ? അത് നമ്മൾ കാണാതിരുന്നുകൂടാ. നമുക്ക് രഞ്ജിനി ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വാർത്തയാകാറുമുണ്ട്, ചിലപ്പോഴൊക്കെ പിടിക്കപ്പെടാറുണ്ട്. അവർ കൃത്യമായിട്ടും അവർക്ക് അതിൻ്റേതായ നടപടിക്രമങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടർ ഹാരിസ് ഒരു വലിയ പ്രതീകമാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. രോഗികളോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള, സ്വന്തം കടമ മറക്കാത്ത, താൻ സർക്കാർ ചെലവിൽ പഠിച്ച് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പഠിച്ച് ഡോക്ടറായ ആളാണ് എന്നതിൽ അഭിമാനിക്കുന്ന ഒരു ഡോക്ടർ. ഇതാണ് യഥാർത്ഥ ഡോക്ടർ. അങ്ങനെയുള്ള അനേകം ഡോക്ടർമാർ നമുക്കുണ്ടെന്നേ. അവരെ നമ്മൾ ഒട്ടും കുറച്ച് കണ്ടുകൂടാ. അവർ ഉള്ളത് കൊണ്ടാണ് കേരളം ഇപ്പോഴും ഈ ആരോഗ്യരംഗത്ത് ഇത്രയെങ്കിലും മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് മികച്ച ചികിത്സ കിട്ടുന്നത്. അക്കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതിരിക്കട്ടെ, ഇവിടെ ഹാരിസിൻ്റെ വായടപ്പിക്കേണ്ടത് ഇപ്പോൾ സർക്കാരിൻ്റെ ആവശ്യമാണ്. കാരണം ഹാരിസിന് പുറകെ കൂടുതൽ ഹാരിസുമാർ രംഗത്ത് വരും. കൂടുതൽ ഡോക്ടർമാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുറത്തു പറയും. കാരണം അവർക്ക് ശക്തമായ സമ്മർദ്ദമുണ്ട്, ജോലി സമ്മർദ്ദമുണ്ട്. നോക്കൂ, തൻ്റെ രോഗി സമയത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചാൽ പിഴവ് ആരുടെ പുറത്താണ് വരുന്നത്? ഡോക്ടറുടെ പുറത്താണ് വരുന്നത്. ഡോക്ടർ വേണ്ട ചികിത്സ കൊടുത്തില്ല എന്നേ നമ്മളൊക്കെ പറയുള്ളൂ. ഈ ഡോക്ടർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിക്കണം, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമം എത്രയാണെന്ന്. തൻ്റെ രോഗി സമയത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചാൽ ആ ഡോക്ടർ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം എത്ര വലുതായിരിക്കും. ഈ ഹാരിസിനെ പോലെയുള്ള നിരവധി ഡോക്ടർമാർ ഇത് മെഡിക്കൽ കോളേജുകളിൽ അനുഭവിക്കുന്നുണ്ട്. അവരുടെ രോഷമാണ് ഡോക്ടർ ഹാരിസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ വളരെ കൃത്യമായിട്ട് ഹാരിസിൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റ് ഹാരിസുമാർ ഉണർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വലിയ കണക്കുകളൊക്കെ സർക്കാർ നിരത്തുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അവിടുന്ന് വരുന്ന രോഗികളോട്, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന രോഗികളോട് അന്വേഷിച്ചാൽ മനസ്സിലാകും അവിടെ നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തായാലും ഡോക്ടർ ഹാരിസിന് നേരെ ശക്തമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കടുത്ത ജനപിന്തുണ കേരളം മുഴുവനും ഡോക്ടർ ഹാരിസിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് സർക്കാർ മറക്കാൻ പാടില്ല. നിങ്ങൾ ഹാരിസിനെ ശിക്ഷിച്ചാൽ, ചെയ്യാത്ത കുറ്റത്തിന്, ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് നിരപരാധിയായ ഒരു ഡോക്ടറെ ശിക്ഷിച്ചാൽ അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാകും എന്ന് ഈ സർക്കാർ തിരിച്ചറിയണം. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി, നല്ല വടിവത്ത അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുതെന്നാണ് കേരളത്തിന്, അനാരോഗ്യം ബാധിച്ചിരിക്കുന്ന ആരോഗ്യ കേരളത്തിന് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.